വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ള സാമൂഹ്യ ജീവിതം സൃഷ്ടിക്കുന്നതിൽ നിത്യവും തിരക്കൊഴിച്ചോടുന്ന മാനവരാശിയെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിൽ ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയ ചിന്താഗതികൾക്കും സങ്കുചിതമായ കേവല അപ്പുറത്ത് രാഷ്ട്രമെന്ന വലിയ രാഷ്ട്രീയത്തിന്റെ തലങ്ങളിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവന്ന് ദേശരാഷ്ട്രങ്ങൾക്കപ്പുറം സാർവദേശീയമായി ചിന്തിക്കുന്ന പ്രാപഞ്ചിക മാനവനെ ഉൾക്കൊള്ളുന്ന പുതിയ സമൂഹം ഉണ്ടാക്കിയെടുക്കുവാൻ മിലറ്റ് പോലുള്ള സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ നാനാജാതി മതസ്ഥരുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, വ്യത്യസ്ത പദവികളിലുള്ളവരുണ്ട്, കർഷകരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ എല്ലാവരും ഒരു വേദിയിൽ വരികയും പരസ്പരം സ്നേഹം പങ്കിടുകയും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഒരു കുടുംബാംഗങ്ങളെ പോലെ പ്രവർത്തിക്കുകയും സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ സാമൂഹ്യ ജീവിയാകുന്നത്. ഞാൻ വയനാട് പോയിരുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം വീഡിയോ ചെയ്തിട്ടുണ്ട്, പത്രങ്ങളിൽ ലേഖനം ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാവരും ഒന്ന് കേൾക്കണം. ചെയർമാനോട് ചോദിച്ചാൽ അതിന്റെ ലിങ്കൊക്കെ അയച്ചിട്ടുണ്ട്. 200 വർഷത്തെ പാരമ്പര്യമുണ്ട് കേരളത്തിലെ അധിനിവേശത്തിന്. കേരളത്തിലെ കാടുകൾ നശിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. അവർ തേക്കൻതടി ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഫർണിച്ചറിന് വേണ്ടിയും അവരുടെ സുഖവാസ കേന്ദ്രങ്ങൾ പണിയുന്നതിന് വേണ്ടിയും നിലമ്പൂർ കാടുകളിലെ തേക്കുകൾ വെട്ടി തുളച്ചുകൊണ്ട് തുടങ്ങിയ മലയെ നശിപ്പിക്കുന്നത്. റാണി ഗൗരി പാർവതിബായി 1722 ഏപ്രിൽ മാസം 28-ാം തീയതി പുറപ്പെടുവിച്ചത് തിട്ടൂരമുണ്ട്. തിരുവിതാംകൂറിൽ നഷ്ടത്തിലോടുന്ന തിരുവിതാംകൂറിന് വരുമാനം ഉണ്ടാക്കാൻ ജനങ്ങളോട് കാട് കയ്യേറാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് ആളുകൾ കാട്ടിലേക്ക് പോയത്. ഒരു മനസ്സിലില്ലാതെയാണ് ആളുകൾ കാടുകളിലേക്ക് പോയത്. ആരും കയ്യേറാൻ പോയതല്ല. തമിഴ്നാട്ടിലെ പാവങ്ങളെ കൊണ്ടുവന്ന് നിശ്ചിത തുക കൊടുത്ത് ഏലം കൃഷി ചെയ്ത ഏലം ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആലപ്പുഴ വഴി ബോട്ട് വഴി കടത്തിവിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അയച്ച് പണമുണ്ടാക്കിയിരുന്നു തിരുവിതാംകൂറുകാർ. പട്ടം കാണുള്ള കോളനൈസേഷൻ ഹിൽ കോളനൈസേഷൻ സ്കീം കൊണ്ടുവന്നു. മലകളിലേക്ക് കടയച്ചു. ഇതിനെയാണ് പട്ടയത്തിന്റെ കഥ, നശിപ്പിക്കലിന്റെ കഥ. 24 വെള്ളപ്പൊക്കത്തിൽ ഈ ഭാഗത്തിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ കോട്ടയം എറണാകുളം ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് മല കയറി. അതിൽ കൂടുതൽ ക്രിസ്ത്യാനികളായിരുന്നു. കാരണം ആ ഭാഗത്ത് താമസിക്കുന്നവർ ക്രിസ്ത്യാനികളായിരുന്നു കൂടുതൽ അപേക്ഷിക്കുന്നത്. അവർ മല കയറി. അതുപോലെ തന്നെ രാജാവിന്റെയും ജനാധിപത്യ സർക്കാരുകളും ഒരുപാട് പേരെ മല കയറാൻ പറഞ്ഞു. 70 രൂപ വരെ പുല്ലും കപ്പയും മാത്രം തന്ന് ജീവിച്ചിരുന്ന സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നിപ്പോ നമുക്ക് ധാരാളം പണമൊക്കെ ഉള്ളതുകൊണ്ട് അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല. ഇത് ഈ ജംഗ്ഷനിലുള്ള ആളുകളെല്ലാം ഈ മലയ്ക്ക് കേൾക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ട്, മലയാളിയുടെ കയ്യിൽ. ഗൾഫിൽ നിന്ന് വരുന്ന 1 ലക്ഷം കോടി രൂപ, റബ്ബർ വിറ്റുണ്ടാക്കിയ പൈസ, സ്വർണം കൊണ്ടുള്ള പൈസ, സ്വർണ്ണ കടത്ത് കൊണ്ടുള്ള പൈസ, നല്ല പൈസ, മോശം പൈസ എല്ലാം കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് നല്ല ശമ്പളം, പിന്നെ പിൻവളം, അഴിമതി എല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് എല്ലാവരുടെ കയ്യിൽ നല്ല പണമുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊടുക്കലും കൊണ്ടിരുന്ന സമയത്ത് ബർമയിൽ പോയി അരി കൊണ്ടുവന്നിരുന്നു, മലേഷ്യയിൽ പോയി കപ്പ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ കാലത്താണ് കയ്യേറ്റം നടന്നത്. ഇടുക്കിയിലും വയനാടും കണ്ണൂരിലുമൊക്കെ കയ്യേറിയത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കയ്യേറിയ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നതോടൊപ്പം തന്നെ പ്ലാന്റേഷനും വന്നു. പ്ലാന്റേഷൻ ഒരുപാട് കാര്യങ്ങൾ ഈ മലകളെ ഇടിച്ചു നിരത്തി. ജൈവവൈവിധ്യം ഉണ്ടായിരുന്ന മലകളെ ഏലക്കാടുകളാക്കി, തേയിലയാക്കി, കോഫിയാക്കി. തൊഴിലാളികളെ നമുക്ക് കിട്ടിയെങ്കിലും അതിന്റെ ഒന്നും ഗുണഫലം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഏക്കർ കണക്കിന് ഭൂമി വയനാടിൽ കോച്ചെ എന്ന് പറയുന്ന ചെമ്മണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കോച്ചയ്ക്കും അദ്ദേഹം വലിയ സാമൂഹ്യ സേവന കാരുണ്യ പ്രവർത്തകരാണ്. പക്ഷെ അനധികൃതമായി വയനാട്ടിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ അദ്ദേഹം കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിലും അദ്ദേഹത്തിന് ഉണ്ട് അവിടെ 150 ഏക്കർ. ഹാരിസൺ എസ്റ്റേറ്റിനുണ്ട് അനധികൃതമായ ഭൂമി. 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എഴുതി വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കരാർ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കരാർ പ്രാബല്യത്തിലില്ല, മുല്ലപ്പെരിയാർ ഒഴിച്ച്. പക്ഷെ എന്നിട്ടും നമുക്ക് ഒഴിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല. ടാറ്റയുടെയും പാരിസിന്റെയും മലയാളം പ്ലാന്റേഷന്റെയും ഹാരിസിന്റെയും കയ്യിൽ കോടിക്കണക്കിന്, ടൺ കണക്കിന്, ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഭൂമി ഇരിക്കുന്നു. നമുക്ക് ഒഴിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല. ആദിവാസികളെ അടിച്ചിറക്കി, ആദിമവാസികളായിരുന്ന ആദിവാസികളെ അടിച്ചിറക്കി അവരുടെ ജന്മസ്ഥലമായ കാടൊക്കെ നാം വെട്ടുന്ന ഒരു രൂപത്തിലേക്ക് പോയി. കുടിയേറ്റക്കാർ പാവങ്ങളാണ്, കർഷകരാണ്. എന്നാൽ ആ കുടിയേറ്റക്കാരോടൊപ്പം രണ്ടാമതൊരു വിഭാഗം കൂടി കയ്യേറി കാട്. ഞാൻ അതിലേക്ക് പോകുന്നത് എന്റെ വിഷയം അതല്ല. എന്നാൽ ഞാൻ സൂചന നൽകുന്നു.
അങ്ങനെ ഒരുപാട് പേർ കയ്യേറിന്റെ ഫലമായി റിസോർട്ടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും അനധികൃതമായ കെട്ടിടങ്ങളും ലൈസൻസ് ഇല്ലാത്ത കെട്ടിടങ്ങളും ഒരുപാട് വന്നതിന്റെ കൂടി ഫലമാണ് വയനാടിലെ ഉരുൾപൊട്ടൽ. പശ്ചിമഘട്ട മലനിരകളാകെ അങ്ങനെ നിൽക്കുന്നു. 500 പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ. പശ്ചിമഘട്ട മലനിരകളിൽ വലിയ പ്രതിസന്ധിയാണ്. കൃഷി നഷ്ടത്തിലാണ്, ഏലത്തിന് വിലയില്ല, കുരുമുളക് നഷ്ടത്തിലാണ്, കൃഷി ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അവർ വസ്തുക്കൾ വിൽക്കുന്നു. വാങ്ങുന്നതാകട്ടെ നാട്ടിലെ റിസോർട്ട് ഉടമകൾ, കോറി ഉടമകൾ. അവർ യാതൊരു തത്വദൃശ്യമില്ലാതെ അവിടെ കെട്ടിടങ്ങൾ വയ്ക്കുന്നു, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. വല്ലാതൊരവസ്ഥയിലാണ് മലനാടുകൾ. എന്നാൽ തീരപ്രദേശത്തോട്ട് പോകാമെന്ന് വെച്ചാൽ ഓബിയുടെയും മണ്ണൊലിപ്പിന്റെയും തിരയെടുക്കലിന്റെയും പുതിയ കാറ്റിന്റെയും രൂപത്തിൽ കടൽ തീരവും ആശങ്ക ഉയർത്തുന്നു. ഇടനാട്ടിലാണെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെയും പ്രളയത്തിന്റെയും ആശങ്കകൾ. ഒരു വശത്ത് കൃത്യമായ പാരിസ്ഥിതിക പ്രതിസന്ധികൾ. ഒരു കനത്തിൽ മണ്ണുണ്ടാകാൻ 1000 വർഷം, നഷ്ടപ്പെടാൻ 4 വർഷം. ഹൈഡ്രജൻ ഓക്സിജനേറ്റ് വെള്ളമാക്കാൻ, പക്ഷെ രാവിലിരിക്കുന്ന ഹൈഡ്രജൻ ഓക്സിജനേറ്റ് വെള്ളമാക്കാൻ പറ്റില്ല. അത് പ്രപഞ്ചം തന്നെ പ്രകൃതി തന്നെ. 460 കോടി വർഷം ഉണ്ടാകുന്നു ഭൂമി ഉണ്ടായിട്ട്. 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യരുണ്ടായിട്ട്. കഴിഞ്ഞ 120 വർഷങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യം ഭൂമി ചൂട് കൂടിയിട്ടുണ്ട്. അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോൾ ഭൂമി ചൂട് കൂടും, മനുഷ്യരുൾപ്പെടെ മരിച്ചു പോയിട്ടുണ്ട്. ഭൂമിക്ക് ചൂട് കുറയുകയും ചെയ്യും. 8 ഡിഗ്രിയിൽ കുറഞ്ഞാൽ ആളുകൾ മരിച്ചു പോകും തണുപ്പ് കൊണ്ട്. 15 ഡിഗ്രിയിൽ കൂടിയാലും ആളുകൾ മരിച്ചു പോകും ചൂട് കൊണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടി വ്യത്യാസം വരും. അങ്ങനെ പലവട്ടം ഭൂമിക്ക് ചൂട് കുറയുകയും കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 150 വർഷത്തെ കാലഘട്ടമെടുത്താൽ 2 ലക്ഷം വർഷത്തെ മനുഷ്യ ജീവിതത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 460 കോടി വർഷത്തെ ഭൂമിയുടെ ആയുസ് പരിശോധിച്ചാൽ കഴിഞ്ഞ 120 വർഷം കൊണ്ടാണ് മാനവരാശി ഭൂമിയെ ഇത്രയും ചൂടാക്കിയത്. അവരുപയോഗിച്ച പെട്രോളിയം അവരെന്ന് പറയുന്നതിൽ നിങ്ങളുണ്ട്, ഞാനുമുണ്ട്, മാങ്ങാളുള്ളവരുണ്ട്. നമ്മൾ ഉപയോഗിച്ച പെട്രോളിയം, നമ്മൾ ഉപയോഗിച്ച ഫോസിലുകൾ, നമ്മൾ നിരത്തിയ കാടുകൾ, നമ്മൾ നികത്തിയ കുളങ്ങൾ, നമ്മളില്ലായ്മ ചെയ്യുന്ന നദികൾ, നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, ഇവ നമ്മൾ കത്തിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, ഇവയെല്ലാം കൂടി അന്തരീക്ഷത്തിന്റെ ചൂട് കൂട്ടുന്നു. ഇവിടെ പരിസ്ഥിതിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. പരിസ്ഥിതിയെ കുറിച്ചാണ് വേവലാതിപ്പെടേണ്ട. ആരോഗ്യത്തെ കുറിച്ച് വേവലാതിപ്പെട്ടോളൂ. 20 പനികളാണ് കേരളത്തിൽ വരുന്നത്. എന്തുകൊണ്ട് ഇത്രമാത്രം പനികൾ വരുന്നു? നിങ്ങൾ ആരോഗ്യ ക്യാമ്പ് നടത്തുന്നവരുടെ ഡോക്ടർ ജയശങ്കരുടെ ഇവിടെയുള്ള ആയുർവേദ രംഗത്ത് വലിയ സംഭാവന ചെയ്യുന്ന ഡോക്ടറാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ആളാണ്. 20 പനികൾ കേരളത്തിൽ വരുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ ഭൂമിശാസ്ത്രം അങ്ങനെ മാറി? ഇവിടെ പെയ്യുന്ന മഴ എന്തുകൊണ്ട് ഇവിടെ മഴയുടെ കാലഘട്ടത്തിൽ മാറ്റം വന്നു? കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു? ലോകത്താണ് സംഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു? ഒരു വശത്ത് 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 കിലോമീറ്റർ വെള്ളത്തെ പിടിച്ചു നിർത്തും മഴയെ. 10 സെന്റ് വയലിൽ 1,60,000 ലിറ്റർ വെള്ളം. ഞാൻ ഈ സംസാരിക്കുന്ന മാന്നാർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ 75% കാടായിരുന്നു. ഇതൊക്കെ ചരിത്രം പറയുന്നതാണ്. ചങ്ങനാശ്ശേരിയിൽ കടലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രഭാഷണത്തിൽ ചങ്ങനാശ്ശേരിയിൽ കടലുണ്ടായിരുന്നപ്പോൾ അങ്ങനെയോ ചങ്ങനാശ്ശേരിയിൽ കടലോ? ഇവിടെ നിങ്ങൾക്ക് അച്ചൻകോവിലാറും പമ്പയാറും മണിമലയാറും ഒക്കെ അടുത്തടുത്ത് കിടക്കുകയാണല്ലോ. ഈ 3 ആറും ഒറ്റ ആറായിരുന്നു. എത്ര പേർക്കറിയാം? ഇന്ന് രാവിലെ എന്നെ വിളിച്ചുകൊണ്ടുവന്ന ശ്രീ ഷെഫീഖ് അവർ, അദ്ദേഹം ഒന്നിച്ച് ഞങ്ങൾ ചെങ്ങന്നൂർ വരികയായിരുന്നു. ഞങ്ങൾ ഭക്ഷണവും കാപ്പിയൊക്കെ കുറിച്ച് സന്തോഷിച്ച് ലോകകാര്യം പറഞ്ഞു വന്നപ്പോൾ അവിടത്തെ അച്ചൻകോവിലാറത്തെ എന്നോട് വിളിച്ചാൽ അച്ചൻകോവിലാറാണ്, അങ്ങേ വശത്ത് പമ്പയാറുണ്ട്. അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞത് 18,000 വർഷങ്ങൾക്ക് അച്ചൻകോവിലാറും പമ്പയാറും മണിമലയാറും ഒന്നായി കിടന്നതാണ്. ഭൂമിക്കുണ്ടായ വ്യത്യാസങ്ങളുടെയും കടലിന്റെ കേരളത്തിന്റെയും ഇറക്കത്തിന്റെയും ഭാഗമായി അത് 2ആയി 6,000 വർഷം മുമ്പ്. പിന്നെ അത് 3ആയി. അങ്ങനെ 3 നദികളായതാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടേ നമുക്ക് ജീവിക്കാനാവും. പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ടേ മനുഷ്യർക്ക് ജീവിക്കാനാവും. അതുകൊണ്ടായിരിക്കും നിലനിൽപ്പുകൾ പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും കൃഷിയും നിർത്തതാവശ്യ വികസനവും ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്റെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും. ഞാൻ പക്ഷെ ഇന്ന് ആ സ്വാധീനം പിൻവലിക്കുന്നു. ഇന്ന് മുതൽ ഇപ്പോൾ തന്നെ നിങ്ങളുണ്ട് ആരോഗ്യരംഗത്തും കാര്യങ്ങളിലും. നിങ്ങൾ 6 വർഷമായി ഒരു പാരിസ്ഥിതിക അടിസ്ഥാനമുണ്ടെങ്കിലും ഇനി നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ കടക്കണം. വീടായാൽ കക്കൂസ് വേണം. കക്കൂസിന് കല്യാണം നടത്തുന്ന പാടിയും പറഞ്ഞുമാണ് ജനങ്ങളെ ഓപ്പൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഭാരതത്തിൽ കേരളത്തിൽ ഇല്ലാതാക്കിയത്. പാമ്പുകൾക്ക് മാണമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യ കൊതുന്ന തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലെന്ന് പാടിയും പറഞ്ഞുമാണ് മാനവന് തലചായ്ക്കാൻ ഇടങ്ങളുണ്ടാക്കി കൊടുക്കണമെന്നുള്ള ബോധം സമൂഹത്തിലുണ്ടായത്. ഇനി നമ്മൾ പാടേണ്ട ഒരുപാട് ഗീതങ്ങളുണ്ട്. പ്രകൃതിയെക്കുറിച്ച് നാം ഇനി കൂടുതൽ പഠിച്ചേ കഴിയൂ. മഴയെ നാം മനസ്സിലാക്കിയേ കഴിയൂ. പെയ്തൊഴിയുന്ന മഴയാണ്, ഇന്ന് പെയ്തൊഴിയുന്ന മഴയാണ്.
മഴ മാറിയാലും വരൾച്ച വരുന്നത് നല്ല ലക്ഷണമല്ല. കണിക്കൊന്നയ്ക്ക് കാലം മാറുന്നു, മയിൽ നാട്ടിലേക്ക് വരുന്നു, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, കാട്ടുകുരങ്ങളും കാട്ടുപന്നികളും കാട്ടാനകളും കാടുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമ്പോൾ അവിടെ വെള്ളം കുറയുമ്പോൾ നാട്ടിലേക്ക് വരുന്നു, നാട്ടിൽ വെള്ളമില്ലാതെ വരുമ്പോൾ അത് കരയിലേക്ക് കയറുന്നു. അത് വേണ്ട ബഹളം കാണിക്കുന്നു, നമ്മളെ ഉപദ്രവിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നു. അത് വരുന്നത് നമ്മളെ ഉപദ്രവിക്കാനല്ല, പക്ഷെ നമ്മളെ ഉപദ്രവിക്കാൻ നമ്മൾ വിചാരിക്കുന്നു. നമ്മളും അവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നു, നമ്മൾ വെടിവെക്കുന്നു, പിന്നെ എന്താണ് ചങ്ങലകൾ ഉണ്ടാക്കുന്നു, തീ ഫയർ ഉണ്ടാക്കുന്നു, ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോവുക? അങ്ങനെ ഒരു വന്യമൃഗ മനുഷ്യ സംഘർഷത്തിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ഒരു സൗഹൃദം തന്നെ ആവശ്യം വേണ്ടത്. ആ സൗഹൃദം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? കാടെങ്ങനെ നമുക്ക് കയ്യേറാതിരിക്കാം? കുടിയേറ്റക്കാരോട് തുടങ്ങോട്ടെ, കർഷകരവിടെ താമസിച്ചോട്ടെ, പക്ഷെ അവിടുത്തെ കയ്യേറ്റക്കാർ നിർബന്ധമായി അവിടെ നിന്ന് ഇറങ്ങണം. അത് മൂന്നാറിലായാലും ഇടുക്കിയിലായാലും വയനാട്ടിലായാലും അവിടുത്തെ കയ്യേറ്റക്കാർ അവിടെ നിറങ്ങിയേ കഴിയൂ, അല്ലെങ്കിൽ മലനിരകളിൽ കാണില്ല. നിങ്ങൾ ബിസിനസ്സിൽ വേറെ സ്ഥലത്ത് പൈസ കൊണ്ടിടൂ, നിങ്ങൾ അവിടെ മലകളെ വെറുതെ വിടണം, നിങ്ങൾ തീരദേശത്തെ വെറുതെ വിടണം. കാരണം അത് വളരെ സെൻസിറ്റീവായ സ്ഥലമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്, ചില സ്ഥലങ്ങൾ മർമ്മസ്ഥാനങ്ങളാണ്. കയ്യിൽ പൊടി വീണാൽ വലിയ പ്രശ്നമില്ല, കണ്ണിൽ പൊടി വീണാൽ പിന്നെ വലിയ പ്രശ്നമാണ്. അതുപോലെ ഭൂമിക്ക് മർമ്മസ്ഥാനങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിൽ മർമ്മസ്ഥാനങ്ങളുള്ളതുപോലെ ഭൂമിക്ക് ഒരുപാട് മർമ്മസ്ഥാനങ്ങളുണ്ട്. ആ മർമ്മസ്ഥാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ മാനവരാശിക്ക് മുന്നോട്ട് പോകാനാവില്ല. മലകൾ, കേരളത്തിൽ മഴ പെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ മലകളാണ്. ഞാൻ സയൻസ് പഠിപ്പിക്കുന്നില്ല. കടലിലുള്ള നീരാവരി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് വർഷമേഘങ്ങൾ ഉടലുടഞ്ഞ് ഭൂമിതാകമൊരുക്കാൻ പുണ്യമായി എത്തുന്ന മഴ വരാൻ ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകൾ സഖ്യാദ്യ മലകൾ ആവശ്യമാണ്. സഖ്യാദ്യ മലകൾ കാട് കുറഞ്ഞപ്പോഴൊക്കെ മഴ കുറഞ്ഞിട്ടുണ്ടെന്ന് പഠനങ്ങളുണ്ട്. കാടായ കാടൊക്കെ വെട്ടിനശിപ്പിച്ചിട്ട് മഴയെ കുറ്റം പറയരുത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാട് വെട്ടിപ്പോയാൽ മഴ കുറയുകയല്ല ചെയ്യുന്നത്, മഴയുടെ ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. തിരിച്ചറിയണം. മഴ കുറയുന്നതിനേക്കാൾ പ്രധാനം മഴയുടെ കാലത്തിൽ വ്യത്യാസം വരും. ശക്തമായ മഴത്തുള്ളികൾ പെട്ടെന്ന് താഴേക്ക് വരും. 5 തലങ്ങളുള്ളതാണ് കാട്. അത് നമ്മൾ ഏലമെന്ന ഒറ്റ തലത്തിലേക്ക് മാറ്റുമ്പോൾ, റബ്ബറെന്ന ഒറ്റ തലത്തിലേക്ക് മാറ്റുമ്പോൾ ആ കാടിന് നിലനിൽക്കാനാവില്ല, അവിടുത്തെ മണ്ണിന് നിലനിൽക്കാനാവില്ല. അത് തന്നെയാണ് മേപ്പാടിയിൽ കണ്ടത്, അത് തന്നെയാണ് മുണ്ടകയിൽ കണ്ടത്, അത് തന്നെയാണ് കുച്ചിരിമട്ടത്ത് കണ്ടത്, അതുകൊണ്ട് തന്നെയാണ് ചൂരൽമലയിൽ കണ്ടത്. എത്ര ആളുകളെയാണ് രാത്രി കിടന്നുറങ്ങിയ 1 മണി വരെ കിടന്നുറങ്ങിയ പാവപ്പെട്ട ജനങ്ങൾ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം കോളേജിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, പഠിക്കാൻ, ജോലിക്ക് പോകാൻ കിടന്നുറങ്ങിയവർ അലാറം വെച്ച് 5 മണിക്കും 6 മണിക്കും കഴിക്കാൻ അലാറം വെച്ച് കിടന്നുറങ്ങിയവർ 1 മണിക്ക് നിശബ്ദമായ ആദ്യം വന്ന വെള്ളം, പിന്നെ വരുന്ന സംഭാര താണ്ഡവമാടി വരുന്ന വെള്ളം, കുറച്ചുപേർ മുകളിലേക്ക് ഓടി, കുറച്ചുപേർ താഴേക്ക് ഓടി. മുകളിലോട്ട് മലയുടെ ഉരുളിനോട്ട് അഭിമുഖമായി ഓടിയവരും താഴോട്ട് വന്നു. താഴേക്ക് ഓടിയവർ പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്തു പോയി. ശക്തമായ കാറ്റ്, ശക്തമായ മഴ, അതിശക്തമായ കല്ലുകൾ, പാറകൾ. ഒരു സൈഡിലോട്ട് ഓടി മാറിയവർ മാത്രം കുറച്ചുപേർ രക്ഷപ്പെട്ടു. വളരെ പരിതാപകരമാണ്. 14 അംഗങ്ങളൊക്കെയാണ് വീട്ടിൽ നിന്ന് പോയത്. എന്നാൽ ചിലയിടത്ത് 10, 12 പോയിടത്ത് ഒരാൾ ജീവിച്ചിരിപ്പുമുണ്ട്. വീട് ഇതുപോലെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ടെറസ് വീടുകൾ ഇടിഞ്ഞു വീണതിന്റെ ടെറസിന്റെ മുകളിലാണ്. തലനറപ്പിലേക്ക് ടെറസ് വന്നു കഴിഞ്ഞു. 150 മൃതദേഹങ്ങൾ ഇപ്പോഴും എവിടെയാണെന്ന് നമുക്കറിയില്ല. അവരെ എടുക്കണമെങ്കിൽ ഇനി കോടിക്കണക്കിന് രൂപയുടെ അധ്വാനവും മനുഷ്യാധ്വാനവും മെഷീന്റെ അധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ അവരുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയുള്ളൂ. ഭൂമിക്കടിയിൽ 150 മൃതദേഹങ്ങൾ. എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഒരു ദിവസത്തിൽ ചർച്ച ചെയ്തേ പോകാനാകും. ഞാൻ ദീർഘമായ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ മഴ മാറുന്നു, പ്രകൃതിയെ ഇങ്ങനെ നമ്മൾ ഉപദ്രവിച്ചു പോകുന്നതിന്റെ വലിയ പ്രതിസന്ധികളുണ്ട്. അവർ കാട് വെട്ടിയതിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ കയ്യൊക്കെ പറയുമ്പോൾ നമ്മൾ നാട്ടിൽ മറ്റു കാര്യങ്ങളാണ് ചെയ്യുന്നത്. വയലായ വയലെല്ലാം നമ്മൾ നികർത്തുന്നു, മലയായ മലകളെല്ലാം നമ്മൾ ഇടിക്കുന്നു, പുഴയായ പുഴകളെല്ലാം നമ്മൾ മലിനപ്പെടുത്തുന്നു. കഴിയുന്നത്ര കരിയിറങ്ങി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, കഴിയുന്നത്ര കത്തിക്കുന്നു, പ്ലാസ്റ്റിക് കത്തിക്കുന്നു, ക്യാൻസർ രോഗികളുടെ എണ്ണം കൂട്ടുന്നു. എന്താണ് മനുഷ്യരിൽ പറ്റുന്നത്? നമുക്ക് നേടുന്ന വിദ്യാഭ്യാസം എന്തിനാണ്? നാം നേടിയ അറിവ് എന്തിനാണ് നാം അറിവ് നേടുന്നത്? ആശുപത്രികളിൽ ദിവസങ്ങൾ എണ്ണിക്കഴിക്കാനാണോ? ദൂരമായി ആലോചിക്കുക. അതാണ് ഒരു വശത്ത് സംഭവിക്കുന്നതെങ്കിൽ മറുവശത്ത് മാനവ സംസ്കൃതിയുടെ മണ്ഡലത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സിനിമാ മേഖലയിൽ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കോടതി പോലും കൃത്യമായി, ഹൈക്കോടതി പോലും കൃത്യമായി കുറ്റം ചെയ്തു എന്നും ജാമ്യം കൊടുക്കാത്ത ആള് തലമുടി നാളിലേക്ക് സുപ്രീം കോടതിയിൽ പോയി ഏറ്റവും വലിയ വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നില്ലേ?
രണ്ടാഴ്ചത്തേക്കെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്നില്ലേ? വലിയ വക്കീലിനെ കൊണ്ടുപോയതിന്റെ ഗുണമാണത്. ആ വലിയ വക്കീലിന് വലിയ പൈസ കൊടുക്കണം. ജഡ്ജിയേക്കാൾ അനുഭവം നടത്തുന്ന ജഡ്ജിയേക്കാൾ വലിയ വക്കീലിനെ കൊണ്ടുപോയാൽ ജാമ്യം കിട്ടും. ജഡ്ജി പേടിച്ചു പോകും. ഇതൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. സിനിമ മേഖല, കലാ സംസ്കാര രംഗത്തേക്ക് നമ്മുടെ സ്ത്രീകൾക്ക് കടന്നു പോകാൻ അനുഭവം. പൊതുരാഷ്ട്രീയ രംഗം എങ്ങനെയാണ് മലീമസമായിക്കൊണ്ടിരിക്കുന്നത്? ശരിയായാലും തെറ്റായാലും രാഷ്ട്രീയ രംഗത്തിൽ തമ്മിലുള്ള പോരുകൾ കാണുന്നില്ലേ? ചിലപ്പോൾ അത് തെറ്റ് കാണും, ശരി കാണും. ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ്. കുറച്ചു കാലം എന്നോടൊപ്പം സയൻസിസ്റ്റായി ജോലി ചെയ്യുന്ന ആളാണ് ഞങ്ങൾ ഒന്നിച്ച് 2 വർഷം ജോലി ചെയ്തു. മാന്യനായ നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥൻ. BSc ഫസ്റ്റ് റാങ്ക്, MSc ഫസ്റ്റ് റാങ്ക്, അഡീഷണൽ സെക്രട്ടറി, അച്ഛൻ ഡിപ്പാർട്ട്മെന്റിൽ, അമ്മ വലിയ ജോലി ചെയ്ത് 2 പേർ റിട്ടയറായ അമ്മയുടെ പിന്നാലെ മകൻ. എന്തെല്ലാമാണ് കിടക്കുന്നത്? ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എന്തെല്ലാം കേൾക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ മതിയോ? മത്സര പരീക്ഷകളിൽ മാത്രം ജയിപ്പിച്ചാൽ മതിയോ? കാമവും ലോകവും മോഹവും മദ്യവും മദ്രാശിയും അഴിമതിയും അധികാരവും തലയ്ക്ക് പിടിക്കാതെ മക്കളെ വളർത്തുന്നത് എങ്ങനെ? എല്ലാത്തിനും ആലോചിക്കണം. പ്രയാസമാണ്. തമാശയെങ്കിലും പറയാറുണ്ട്, മേനകയാണ് തോന്നുന്നത്, സിനിമകളുണ്ട്. മേനകയെ നൃത്തം ചെയ്തത് വിശ്വാസത്തിന് ശരിയാണ്. മേനകയാണ് എത്രയാണ് തിരുവത്തന്നെയാണ് ആരാ നൃത്തം ചെയ്തത്? മേനക കർണാടകത്തിൽ നിന്ന് വിശ്വാമിത്രൻ പോലും മേനകയെ നൃത്തം ചെയ്തപ്പോൾ നൃത്തം കാണാൻ കഴിയുന്നില്ല, കർണാടകത്താണ് ഇരിക്കുന്നത്. പക്ഷെ അവരൊക്കെ വലിയ ദമ്പതിവർത്തക മേനകയൊക്കെ മാലാപമാരെ പോലെ പരിശുദ്ധിയുള്ളവരായതുകൊണ്ടായിരിക്കാം അവർ നൃത്തം ചെയ്യുമ്പോൾ ഗന്ധം പുറത്തു വരും. താൻസാനിയൻ പാടിയപ്പോൾ മഴ പെയ്തു, മേഘമൽക്കാലമുണ്ടായി. നമ്മുടെ ചില ആളുകൾ പാടിയ മഴ പോയിട്ട് കാറ്റ് പോലും വരില്ല. മനഃശുദ്ധി ഇല്ലെങ്കിൽ പ്രകൃതി ഇടപെടില്ല. എങ്കിൽ വേണം ഓട്ടം. രക്ഷാധികാരിയാണ് ശരത് ചന്ദ്രവർമ്മ സാർ. അടുത്തത് സമയബന്ധിതമായി നമ്മൾ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ ട്വന്റികളുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ടുള്ള കേരളത്തിന്റെ പരിസ്ഥിതിയുടെ നിർവചനമായി മാറിയിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് സാറിനെ നമ്മുടെ രക്ഷാധികാരി, മിലൻ 21 രക്ഷാധികാരി, കേരളത്തിന്റെ കാവ്യ സ്വപ്നവുമായി മാറിയിരിക്കുന്ന ശരത് ചന്ദ്രവർമ്മ സാറ് ആദരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ക്ഷണിക്കുന്നു. പിന്നെ ഒരു അഭ്യർത്ഥനയോടുണ്ട്. ഇത് കഴിഞ്ഞാലുടൻ, സാറിന്റെ മറുപടിയൂടെ കഴിഞ്ഞാലുടൻ നമ്മുടെ ഒരു യുവപ്രതിഭ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ അഞ്ജലി ജയപിള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു സെമി ക്ലാസിക്കൽ നൃത്തം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ തുടരുന്നത്. അത് ശരത് ചന്ദ്രവർമ്മ സാറിന്റെ സാന്നിധ്യത്തിൽ അതിവിടെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. അതുകൊണ്ട് അത് കഴിഞ്ഞാലുടൻ, ആ നൃത്തം കഴിഞ്ഞാലുടൻ ഹരിതകർമ്മസേനയെ ആദരിക്കുന്നു. ഹരിതകർമ്മസേന എല്ലാം കൂടെ ഒരു 15 മിനിറ്റേ ഉണ്ടാകത്തുള്ളൂ. ആ 15 മിനിറ്റിനും അക്ഷരരായിട്ടിരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ ഞങ്ങൾക്ക് ആദരിക്കാതെ വിടാനൊക്കത്തില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നമ്മുടെ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ശരത് ചന്ദ്രവർമ്മ സാറിനെ സാദരം ക്ഷണിക്കുക. സാറ് മറുപടി പറയുന്നത് പരിപാടിയിലേക്ക് നീങ്ങും.
അധ്യക്ഷൻ പ്രിയമുള്ള എൻ്റെ ആരാധകനായിട്ടുള്ള ഞാൻ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആരാധകനാണ്. ഞാൻ കുഞ്ഞനാളിൽ ഒരു ലൈബ്രറിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഷൈനി. അപ്പോൾ തുടർന്നൊക്കെ അപ്പോൾ ഷൈനി ഈ ബനാറ അമർമസാറിൻ്റെ ഒരു പാട്ട് പാടി, അച്ഛൻ ആത്മാവിൽ നിന്നിരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടി ഒരുപാട് വേദികളിൽ പോയി പാടിയിട്ടുണ്ട്. ഞാനാണ് ഈ വേദികളിലേക്ക് കൊണ്ടുപോകുന്ന മുതിർന്ന ആള്. എൻ്റെ അച്ഛൻ കുഞ്ഞനാൾ മരിച്ചുപോയി, എൻ്റെ കുഞ്ഞനാൾ അച്ഛൻ മരിച്ചു. ഈ കുട്ടി പാടിയപ്പോഴെല്ലാം ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണവും ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ മിന്നൽ പിളർന്നെ പോലെ അത് സിനിമയായാലും വിപ്ലവമായാലും സാഹിത്യമായാലും ചെറുപ്രായം കൊണ്ട് കർമ്മം കൊണ്ട് കേരളത്തിലെ സാഹിത്യ ഗാന നവോമണ്ഡലത്തിൽ മിന്നൽ പിണറായിരുന്ന ശ്രീ വയലാർ രാമവർമ്മകളുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ശരത്ചന്ദ്ര വർമ്മ സാറിന് എല്ലാവിധ ഭാവങ്ങളും സ്നേഹവും എല്ലാം അർപ്പിക്കുന്നു തുടക്കത്തിൽ തന്നെ. രണ്ടാമതായി ഹരിതകർമ്മസേനക്കാർ കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ആദരിച്ചാൽ അത്രയും പെട്ടെന്ന് എത്തിപ്പോകാം അല്ലേ? അങ്ങനെ നിങ്ങൾ വിടാൻ ഒരു കാരണവശാലും ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എന്റെ പ്രസംഗിക്കുന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അല്ലെങ്കിൽ ധർമ്മം, മഹാത്മജി പറഞ്ഞു, ഒരു നാട് ശുചിയാകുമ്പോഴാണ് എന്റെ ലാറ്റിൻ അല്ലെങ്കിൽ കക്കൂസ് ആരാധനാലയം പോലെ, ക്ഷേത്രം പോലെ, പള്ളി പോലെ ശുദ്ധമായി, ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടം പോലെ ശുദ്ധമായി പവിത്രമായി എന്റെ കക്കൂസ് മാലിന്യം കളഞ്ഞ് ശുദ്ധമായിരിക്കുമ്പോഴാണ് എന്റെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത്, എന്റെ രാജ്യം മോചനം നേടുന്നത്. കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ധർമ്മത്തെ എത്ര പ്രകീർത്തിച്ചാൽ മതിയാവില്ല. എന്റെ വീട്ടിൽ ഹരിതകർമ്മസേനക്കാർ വരുന്നുണ്ട്. എനിക്കതിൽ സങ്കടമുള്ളത് ഇത് സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. സ്ത്രീകൾ കുറച്ചുകൂടി പവിത്രമായ കാര്യങ്ങളൊക്കെ, ഇത് പവിത്രമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് സ്ത്രീകളില്ലെന്ന് വന്നു. അപ്പൊ നിങ്ങൾ ഇതിനൊരു പവിത്രത ഉണ്ടാക്കി. ഇതൊരു ചവർഭാരത പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം. പക്ഷെ അതിനൊരു പവിത്രമായ പരിപാടിയാക്കി ഹരിതകർമ്മ സേന എന്ന് നല്ല പേരുണ്ടായിട്ട് നിങ്ങൾക്ക് നല്ല യൂണിഫോം ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ? നല്ല യൂണിഫോം ഒക്കെ ഇട്ട് വീടുകളിൽ ചെന്ന് മാന്യമായി കാശൊക്കെ മേടിച്ച് വലിയ നന്നായി നമ്മുടെ നാട് വൃത്തിയായി ശുചിയായി സൂക്ഷിക്കുന്ന നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ അവസരം വരും. എന്നോട് സർമ്മസാറിന്റെ കേരളം എന്ന് പറഞ്ഞു, മുല്ലപ്പെരിയാറിന്റെ എന്റെ വീഡിയോ ഇന്നും കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ എന്നോട് ഇരിക്കാൻ സമയത്ത് ഞാൻ ഈ മുന്നാട് തരുന്നതിന് ഇടയിൽ കൂടെ എടുത്ത് പറഞ്ഞു, എന്തെങ്കിലും പറയാതെ തന്നെ അദ്ദേഹത്തിന് വിടേണ്ടതെന്ന് പറഞ്ഞു. എന്റെ എന്തെങ്കിലും പ്രവർത്തനം കിട്ടണമെന്ന് അടുത്ത സ്ഥലത്ത് പറയാനായിട്ട്. വേറെ കാര്യം പറയാൻ വേണ്ടി ഈ പാട്ടിനിടയിൽ കൂടി നല്ല പെണ്ണുങ്ങൾ വന്നാൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് കല്യാണങ്ങൾക്ക് എല്ലാ പിള്ളേരുമായ ആളാണ്. ഇപ്പോഴും മനസ്സിലിരിക്കുന്ന ചിന്താഗതി വളരെ മോശമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ചേർന്നാനോട് പറഞ്ഞായിരുന്നു സൂക്ഷിക്കണമെന്ന്, ഭാര്യ കേൾക്കരുത്. അപ്പൊ ഞാൻ തമാശ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാർ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? 460 കോടി വർഷങ്ങൾ കൊണ്ടുണ്ടായ ഭൂമിയെ കേവലം 2 ലക്ഷം വർഷം കൊണ്ട് മാത്രമുണ്ടായ മനുഷ്യ, നീ എന്താണ് ഇങ്ങനെ അഹങ്കരിച്ച് ഭൂമിയിൽ മുന്നോട്ട് പോകുന്നത്? ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. കാട്ടിൽ നിന്ന് തുടങ്ങി കാട്ടരുവിലെ വെള്ളവും കാട്ടിലെ കായ്കനികളും മാത്രം ഭക്ഷിച്ചെന്ന നീ സന്താനോത്പാദനം പ്രകൃതിയിൽ നിന്ന് പഠിച്ചതിന്റെ ഭാഗമായി പോപ്പുലേഷൻ ജനസംഖ്യയെ കൂട്ടിയാൽ നീ കാട് നിറങ്ങി, കാടിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിൽ വന്നു, നഗരമുണ്ടാക്കി, ആകാശം, ശൂന്യാകാശം, ബഹിരാകാശം എല്ലാം കീഴടക്കി, വിവരവിജ്ഞാന വിസ്ഫോടനത്തിന്റെ അനന്ത സാധ്യതകൾ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ തന്റെ കൈവിരൽ അമർത്തുമ്പോൾ ലോകത്തിലെ ഏത് വിജ്ഞാനവും തന്റെ മുന്നിൽ വരുമെന്ന് അഹങ്കരിക്കുന്നവനവാ. 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ 1000 വർഷം വേണം. 1 മില്ലിമീറ്റർ മണ്ണ് പോലും നിനക്ക് സൃഷ്ടിക്കാനാവില്ല. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും കൊണ്ട് 2 ചേർത്ത് വെള്ളമാക്കി നിന്റെ കുടിവെള്ളം മാറ്റാൻ പറ്റില്ല. അതിന് പ്രകൃതിയുടെ തനതായ കാലഘട്ടത്തിൽ ഒരുപാട് വസ്തുക്കൾ ഒരുപാട് കാലഘട്ടത്തിലെ രാസജൈവിക പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രകൃതി തന്നെ തരണം. ഒരു സൂര്യനെയും നിനക്ക് സൃഷ്ടിക്കാനാവില്ല. സൂര്യൻ ചൂട് കൂടുമ്പോൾ ഭൂമിക്ക് ചൂട് കൂടും. സൂര്യൻ ചൂട് കൂടുമ്പോൾ ഹിമയുഗം വരും. 2 ലക്ഷം വർഷങ്ങൾക്കിടയിൽ പല പ്രാവശ്യം ഭൂമിയുടെ ചൂട് 8 ഡിഗ്രിക്ക് താഴെ പോയിട്ടുണ്ട്. മഞ്ഞ് കൊണ്ട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ദുഃഖമായി പോകില്ല. 15 ഡിഗ്രിക്ക് മുകളിൽ ചൂട് പോയതിനു ശേഷം ചൂട് കൊണ്ട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 2 ലക്ഷം വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഈ 2 ലക്ഷം വർഷം കൊണ്ട് ഭൂമിക്ക് ഉണ്ടായ ചൂടിനേക്കാൾ വലിയ ചൂടാണ് 120 വർഷത്തെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ്. നിങ്ങൾ വരുന്ന മാലിന്യം
നിങ്ങൾ കൊണ്ടുപോകുന്ന മാലിന്യമൊക്കെ കത്തിക്കുന്നത് കൊണ്ടാണ്, അത് ജനങ്ങൾ വല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ നാടിന്റെ സംസ്കാരമൊക്കെ വല്ലാതെ പുഴകൾ നശിപ്പിക്കുന്നു, കാട് വെട്ടുന്നു. ഇവിടെ കാടായിരുന്നു, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇവിടെ കാടായിരുന്നു. കാട് വെട്ടിയാണ് ഇവിടെ മാന്നാറുണ്ടാക്കിയിരിക്കുന്നത്. പമ്പയാർ, മണിമലയാർ, അച്ചൻകോലാർ ഒറ്റ നദിയായിരുന്നു, പിന്നെയാണ് 3 നദിയായിരുന്നു. മനോഹരമാണ് ഈ ഭൂമി. ഇവിടെ പറഞ്ഞല്ലോ, തേനീച്ചയെ കുറിച്ച് പറഞ്ഞല്ലോ, പൂമ്പാറ്റയില്ലെങ്കിൽ 4 വർഷത്തിന്റെ ആവശ്യമില്ല. പരാഗണം നടത്തുന്നത് പൂമ്പാറ്റയാണ്. ആനയാണോ ഉറുമ്പാണോ വലുത്? തന്റെ ശരീരഭാരത്തെക്കാൾ 8 ഇരട്ടി എടുക്കാൻ കഴിയുന്ന ആനയാണോ വലുത്? അല്ല, ഉറുമ്പാണോ വലുത്? അതോ ആനയാണോ വലുത്? ആന ചത്താൽ, ആന മരിച്ചാൽ, ചരിഞ്ഞാൽ അതിനെ ബാക്ടീരിയകൾ ഇല്ലായ്മ ചെയ്യുന്ന ബാക്ടീരിയയാണോ വലുത്? മണ്ണിനോട് ചേർക്കുന്നത്. പ്രപഞ്ചത്തിൽ ആരും വലുതും ചെറുതൊന്നുമില്ല. ഇവിടെ സ്ത്രീ പുരുഷനൊന്നുമില്ല. 2 തരത്തിലുള്ള ആളുകളേ ഉള്ളൂ. ഈ സ്ത്രീ പുരുഷൻ ഒന്നും വിളിക്കരുത്. എന്ത് സ്ത്രീ, എന്ത് പുരുഷൻ? 2 തരത്തിലുള്ള ആളുകൾ, കാണാനുള്ള വ്യത്യാസത്തിലുള്ള 2 തരത്തിലുള്ള ആളുകൾ. അവരെ സൗകര്യത്തിന് സ്ത്രീ പുരുഷൻ എന്ന് വിളിച്ചോളൂ, വേറെ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ എന്തുകൊണ്ട് വേഗത്തിൽ വീട്ടിൽ പോകണമെന്ന് എനിക്ക് പറയുന്നത് പറയാം. നമ്മൾ സ്ത്രീകളാണ്. നിങ്ങൾ സമയത്ത് വീട്ടിൽ പോയില്ലെങ്കിൽ, കൃത്യമായി ചെന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും. ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റാൻ, മണ്ണിനെ കൂടുതൽ സ്നേഹിക്കാൻ, വെള്ളത്തെ കൂടുതൽ സ്നേഹിക്കാൻ. ഞാൻ വയനാട് പോയിരുന്നു. വയനാടിന്റെ കഥകൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്, സങ്കടം വരും. 150 ആളുകൾ ഇപ്പോഴും ഡെഡ് ബോഡി ഭൂമിക്കടിയിലാണ്, കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ രാവിലെ ദീർഘനേരമുള്ള പ്രഭാഷണം നടത്തിയ ആളാണ്. അപ്പൊ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നില്ല, നിങ്ങൾ വൈകുന്നേരം വന്നോളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ദീർഘമായി പറയുന്നില്ല. നമ്മുടെ ഭൂമിയെ ഒരേ ഒരു ഭൂമി, ഗാന്ധിജി പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ ഭൂമി തന്നിട്ടുണ്ട്. ആരുടെയും അത്യാഗ്രഹം തന്നില്ല. മര്യാദയ്ക്ക് ജീവിക്കുക, ഭൂമിയെ സ്നേഹിക്കുക, മണ്ണിനെ സ്നേഹിക്കുക, പരമാവധി വെള്ളത്തെ സംരക്ഷിക്കുക. മഴക്കാലത്ത് വെള്ളം കളഞ്ഞിട്ട് വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടി ദാഹിക്കും, വെള്ളം ഉണ്ടാക്കും. മാലിന്യങ്ങൾ അരിച്ചറിഞ്ഞ് നാടും നഗരവും വൃത്തികേടാക്കി, പുഴകളെല്ലാം വൃത്തികേടാക്കിയിട്ട് വല്ലാതെ വിലപിക്കും. രോഗങ്ങൾ വരുന്നത് 20 പനികളാണ് ഇവിടെ വരുന്നത്. ഇതെല്ലാം ഇല്ലാത്ത സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ സൈനിക ഭടന്മാരാണ് നിങ്ങൾ നന്നായി ഈ പ്രവർത്തനം ചെയ്യുന്നത്. നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, മിലൻ ബെഞ്ചിമൻ എന്ന് പറയുന്നത് നിങ്ങൾ പുകയിടുന്നത് പോലുള്ള കാര്യങ്ങൾ. ഞാൻ ഒരു ദിവസം മിലൻ ബെഞ്ചിമൻ തന്നെ ഒരു ക്ലാസ് പിന്നീട് വിളിക്കാം. നിങ്ങൾ കുറച്ച് പേര് വരണം, എല്ലാവരും വരണം. അതോടൊപ്പം കുറച്ച് ആളുകളെ കൊണ്ടുവരികയും വേണം. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭൂമിയെ രക്ഷിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ. ഇവിടെ 34 പേരാണുള്ളതെന്ന് പറഞ്ഞു. നിയാസ് ഇവിടെ എന്ന് പറഞ്ഞല്ലോ, എന്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഷൂ മേടിച്ചു തരാം, വലിയ മേടിച്ചു തരാം, എല്ലാം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര പേരുണ്ട്? 34 പേരുണ്ട്. അപ്പൊ നിയാസിനോട് പറഞ്ഞു, 34 പേരുണ്ടെങ്കിൽ മൊത്തം നിയാസിനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. 34 പേരല്ലേ ഉള്ളൂ, ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ നോട്ടീസ് കൊടുക്കണം. എല്ലാം നോട്ടീസ് തയ്യാറാക്കി തരാം. ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ പോകണം. അടുത്ത വർഷം ഈ ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് ഹരിത കർമ്മസേനയും മിലൻ ബെഞ്ചിമനും ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് പൊന്നാട വാങ്ങുവാൻ എനിക്കിവിടെ പൊന്നാട തന്നെ എന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ എന്നെ ഇത് ആദരിക്കുന്നവർക്ക് ഞാൻ പൈസ തന്നാൽ മതിയായിരുന്നു. പൊന്നാടൊന്നും തരുന്നത് വീട്ടിൽ കൊണ്ടുചെല്ലുന്ന എന്റെ മക്കൾ ചോദിക്കും, കൈ നോക്കട്ടെ, ആദരവത്തിൽ എളുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഈ കത്ത്. കൈ നോക്കട്ടെ, പൊന്നാട. ഓ, വീണ്ടും പൊന്നാട. ട്രോഫി, വീണ്ടും ട്രോഫി. രണ്ട് റൂം നിറച്ച് ട്രോഫിയാണ്. ചലച്ചിത്ര സാറിന്റെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ലോഡ് ട്രോഫി ആയിരിക്കും. എവിടെ നിന്നാണ് ട്രോഫി? കൂടുതൽ കലാകാരന്മാരല്ലേ. പൈസ തന്നാൽ മതിയായിരുന്നു. ഇതെല്ലാം ഈ മാറ്റിനെ കുറച്ച് പൈസ ആയിരുന്നു. ചെറിയ പൈസ, ആ പൈസ എനിക്ക് ബാങ്ക് തന്നാൽ മതി, ഗൂഗിൾ പേ തന്നാൽ മതിയായിരുന്നു. ആദരവിനൊന്നുമല്ല പ്രധാനം, സമൂഹം കാണണം. 2 കാര്യം പഠിച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കാം. 1, അറിവ് നേടിക്കോളൂ. ഭൂമിയെ കുറിച്ചുള്ള അറിവ്, മനുഷ്യനെ കുറിച്ചുള്ള അറിവ്, മാനവനെ കുറിച്ചുള്ള അറിവ് നേടിക്കോളൂ. 2ാമത് സ്വഭാവം നന്നായിരിക്കട്ടെ. സ്വഭാവം നന്നായിരിക്കട്ടെ. നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് 2 കാര്യങ്ങൾ. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് എവിടെയും പോകാം, പള്ളിഷാപ്പിൽ പോകാം, സ്ത്രീകളോട് പ്രവർത്തിക്കാം, സംസാരിക്കാം, എന്ത് വേണം ചെയ്യാം, പക്ഷെ നിന്റെ സ്വഭാവം നന്നായിരിക്കണം. ഓക്കെ, നീ നന്നായി പഠിക്കുകയും നിങ്ങളുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. പിന്നെ നല്ല സ്വഭാവത്തിൽ വളർത്തണം. എന്തുകൊണ്ട് ഞാനാണ് ഇതുപോലെ എന്റെ നാടായിരുന്നു, എന്റെ നാട്ടിലാണ് പോലെ ആദ്യമുണ്ടെങ്കിൽ എന്റെ മക്കളെ കൂടെ ഞാൻ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഞാൻ അവിടെ നോട്ടെടുത്തോണ്ടേ അവർക്ക് കാർ ഓടി ഞാൻ കൊണ്ടുവരണം. അതെനിക്ക് വലിയ തലവേദന. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണം. അവർ നല്ല ഒരു നന്മയുള്ള കുട്ടികളായി വളരണം. അവർക്കൂടെ ആരോഗ്യം കൂടുതലായിരിക്കും. ഭർത്താക്കന്മാരെ കൊണ്ടുവരണം. ഫാസ്റ്റ്, ഇവിടെ ചേച്ചി പറയണം ഫാസ്റ്റ്. രാമ ചിലപ്പോൾ അതിന്റെ എലിയും കൂടെ ഇന്ന് കിട്ടും.
കറക്റ്റ് ഇരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലത്തെ പുരുഷന്മാരുള്ള നാട്ടിൽ എങ്ങനെയാണ് സ്ത്രീ വിമോചനം നടക്കുക? ഇരിക്കുകയില്ലാതെയോ ചോറെടുത്ത് വെച്ചാലും പോലെ വാരി കൊടുക്കണം. എന്തൊരു നാടാണ് അതൊക്കെ പോയി, ആ കാലമൊക്കെ പോയി. നമുക്ക് സ്നേഹത്തിന്റെ പുതിയ ഭാവങ്ങൾ ആലോചിക്കാം, നന്മയുടെ പുതിയ ഭാവങ്ങളെ തീർക്കാം. നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്ന, വെള്ളത്തെ സ്നേഹിക്കുന്ന, വായുവിനെ മലിനപ്പെടുത്താത്ത നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഇരുന്നുകൊണ്ട് 24 മണിക്കൂർ നാളെ ഈ സമയം കഴിഞ്ഞ് നാളെ ഇതേ സമയമാകുമ്പോൾ നിങ്ങൾ 3 ഓക്സിജൻ സിലിണ്ടറിലെ വായു ശ്വസിച്ചിരിക്കും. ഓക്സിജൻ കടലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ, 75% ഓക്സിജൻ തരുന്ന കടലാണ്. ആ കടലിനെ സംരക്ഷിച്ചുകൊണ്ടും മലകൾ, ഇവിടെ മഴ പെയ്യുന്നത് മലകളുള്ളത് കൊണ്ടാണ്, ആ മലകളെ സംരക്ഷിച്ചുകൊണ്ടും ഇവിടെ പ്രളയം ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ കൂടി കൊണ്ടാണ്, നമ്മുടെ ഈ നദികളും പുഴകളും എല്ലാം നികത്തുന്നത് കൊണ്ടാണ്, മാലിന്യം വലിച്ചെറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രളയത്തെ നിയന്ത്രിക്കുന്ന, ഉരുൾപൊട്ടലിനെ നിയന്ത്രിക്കുന്ന, കടലിനെ സമാധാനിപ്പിക്കുന്ന പുതിയൊരു മനുഷ്യരായി, മാനവരായി നമുക്ക് മാറാം. അതിനുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ ആ തരത്തിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒന്നിച്ചു വരണം. ശരത് വർമ്മ സാർ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് വഴി കൊടുത്തോളാം, കുഴപ്പമില്ല. ഗ്രീൻ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇന്നത്തെ പരിപാടി യൂട്യൂബിൽ കയറ്റുന്നതാണ്. നിങ്ങൾ ഹരിത കർമ്മസേനയ്ക്ക് ആദരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയെ നിങ്ങൾ ഈ ആദരവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ കൂടെ തന്നു കഴിഞ്ഞാൽ അതുകൂടെ വെച്ചുകൊണ്ട് യൂട്യൂബിൽ ഇടാം. ലോകം മുഴുവൻ കാണും. മാന്നാറിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ലോകം അറിയട്ടെ, എൻ്റെ നരേഷൻ ഉണ്ടായിരുന്നു അറിയട്ടെ. അത് നിങ്ങൾ എൻ്റെ നമ്പർ തരാം, എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകണം. നിങ്ങളെല്ലാവരും അത് കാണണം. കണ്ടാൽ ലോകം മുഴുവൻ അത് കൂടുതൽ ആളുകൾ കാണും. നിങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാവരും അയച്ചു തരിക. അപ്പോൾ ആ തരത്തിൽ നമുക്ക് പരസ്പര സഹായ സംഘം തുടങ്ങാം. ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡുകളായി നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വാർഡുകളെ തുടങ്ങി അടുത്ത ഒരു വർഷം കൊണ്ട് നമുക്ക് സമ്പൂർണ്ണമായി വൃത്തിയുള്ള നാട്, ഇതാ മാന്നാറിലേക്ക് നോക്കൂ, വൃത്തിയുള്ള നാട് കാണാൻ എന്ന് ലോകം മാന്നാറിലേക്ക് വന്നിരിക്കുമ്പോൾ അതിന്റെ സേനാനായകന്മാരായി, സേനാധിപതികളായി ഇവിടുത്തെ വനിതകൾക്ക് മാറാൻ കഴിയട്ടെ. നിങ്ങൾക്ക് അതിനുള്ള നേതൃത്വം നൽകാൻ മിലാൻ ബെഞ്ചമിന് കഴിയും. പഞ്ചായത്തും മിലാൻ ബെഞ്ചമിനും ഇവിടുത്തെ വ്യാപാരി വ്യവസായം ഇത് എല്ലാവരും കേൾക്കുകയാണല്ലോ. റോഡിൽ 10,000 ആളുകൾ കേൾക്കാണ്, കടക്കാരെല്ലാം കേൾക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു മാന്നാറിനെ, വൃത്തിയുള്ള മാന്നാറിനെ, ഒരു മാലിന്യവും വലിച്ചെറിയാത്ത മാന്നാറിനെ, ഒരു പ്ലാസ്റ്റിക്കും കത്തിക്കാത്ത മാന്നാറിനെ, ക്യാൻസർ രോഗികളെ കുറയ്ക്കുന്ന മാന്നാറിനെ, നന്മയുള്ള മാന്നാറിനെ, തെളിനീരൊഴുകുന്ന വെള്ളമുള്ള പുഴകളുള്ള മാന്നാറിനെ സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. എല്ലാവർക്കും നന്ദി. എന്നെ ഇവിടെ ആദരിച്ചതിനെ, ബഹുമാനിച്ചതിന് വളരെ സ്നേഹപുരസ്സരം ഇതിന്റെ ചെയർമാനെയും ജനറൽ സെക്രട്ടറി, വളരെ ഡൈനാമിക്കായ ഡോക്ടറാണ് ഇതിന്റെ ജനറൽ സെക്രട്ടറിയെയും, അതുപോലെ ശരത്ചന്ദ്ര വർമ്മ സാറിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അങ്ങനെ ചിരിക്കുന്ന ആളല്ല. എൻ്റെ മോളെ ബഹളം ഉണ്ടാക്കിയാണ് എന്നെ കൊണ്ട് ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇവിടെ വന്നപ്പോൾ എന്നേക്കാൾ ചിരിക്കുന്ന മനോഹരമായ ചിരിയുടെ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോൾ
സച്ചിൻ തോമസ് സാറിനെ നോക്കിയിട്ട് ഞാൻ ആ ബാനർ നോക്കി ഞാനൊന്ന് ചിരിച്ചായിരുന്നു. ആളിനല്ല, ബാനർ നോക്കി എത്ര ഹൃദയ ശുദ്ധിയുള്ള ആളിനായിരിക്കും അങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഹൃദയശുദ്ധിയുള്ള ഒരു മഹത് വ്യക്തിയോടൊപ്പം മഹത് വ്യക്തിത്വത്തിന്റെ മകനോടൊപ്പം വേദി പങ്കിടുന്നതിനുള്ള ഈ സായം സന്ധ്യ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു മധുരമായ ഓർമ്മയായിരിക്കുമെന്ന് തീർച്ചയായും ഇതിന് വേണ്ടി ഒരുക്കില്ല. ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട്, പ്രിയ സഹോദരിമാരെ, നിങ്ങളുടേതാണ് ഈ ലോകം. വരാനിരിക്കുന്നത് നിങ്ങളുടെ വർണ്ണാഭമായ ലോകമാണ്. അവിടെ നിങ്ങൾക്ക് വസന്തം വിരിയിക്കാൻ കഴിയട്ടെ. നിങ്ങൾ ഇവിടെ മാലിന്യങ്ങൾ മാത്രം, വൃത്തിയുള്ള മാലിന്യം മാത്രം പോരാ. ഇവിടുത്തെ രാവുകളിൽ നിങ്ങളെ പകലുകളാക്കി നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു പുരുഷന്റെയും ശല്യമില്ലാതെ, ഒരു പുരുഷന്റെയും വായുമോട്ടമൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന, പുരുഷനെ പോലെ പുരുഷനേക്കാൾ ആത്മാഭിമാനമുള്ള, അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. അവരെന്റെ സംഗീതം കേൾക്കുന്ന കാലം വരും. അതിനുവേണ്ടി ഹരിതകർമ്മസേന നിങ്ങൾ പ്രവർത്തിക്കുക. ഞങ്ങളൊപ്പമുണ്ട്, കൂടെയുണ്ട്. നന്ദി, നമസ്കാരം.